എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമേ തന്നെ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവുന്ന രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെമ്മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൽ ചെറിയ മണൽത്തരികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു 3-4 തവണയെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം. ചെമ്മീൻ ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് ഒരു പാത്രത്തിലെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ചെമ്മീൻ്റെ തലഭാഗം കിട്ടാവുന്ന അത്രയും മാക്സിമം എടുത്തു മാറ്റണം. ഈ ഒരു ഭാഗം നമുക്ക് നാളികേരത്തിൻ്റെ കൂടെ അരച്ചെടുക്കാനുള്ളതാണ്. ഞാനിവിടെ ഒരു 10-20 ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ട് എടുക്കുക. ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെമ്മീൻ്റെ തലഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാം. ഇത് 2 വിസിലിന് നന്നായിട്ട് വെന്ത് കിട്ടും. ചട്ടിയിൽ ഇതുപോലെ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒട്ടും സമയമില്ലെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് കുക്കറിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് വാളംപുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് മാങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്ന ഒരു സമയം കൊണ്ട് വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മാങ്ങ വേവാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാങ്ങ വേവാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചുവന്നുള്ളി, പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ തലഭാഗം കൂടി ചേർത്ത് കൊടുക്കാം. അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു മാങ്ങയുടെ പകുതിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള മാങ്ങ ഇതിൽ കറക്റ്റ് നല്ല പാകത്തിനുള്ള പുളിയാണ്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങയിൽ നമ്മൾ ചെമ്മീനും ചേർത്ത് അരച്ചതുകൊണ്ട് കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചാറൊക്കെ നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പും എരിവൊക്കെ നോക്കുക. എന്നിട്ട് ആവശ്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത്രയും മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമായിട്ട് വരണം. ഇനി ഇത് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ്. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്